എങ്ങനെ ഊരിങ്ങളെ കണ്ടിണ്ടാവില്ല എന്നാല് आपको बड़ा पसंद है വിട്ടോ വിട്ടോ അതൊക്കെ ക്ലിയർ ആക്കിയിടുന്നില്ല അത് വിടും വേറെ ആരെങ്കിലും ചെയ്യുന്നേക്കാൾ കൂടുതൽ ഹൈറ്റിലാണ് ചെയ്തുതരാം. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇതിന്റെ ആർക്കും വേണമെങ്കിൽ വന്ന് ചെയ്യാം. അതാണ് ഉദ്ദേശിച്ചത്. ചെയ്തു വരുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മളെ ഇവിടെയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ബ്രഷ്വുഡ് ചെക്ക് ഡാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കാട്ടിൽ ഒരുപാട് തടികളും മരങ്ങളൊക്കെ വേസ്റ്റായി കിടക്കുന്നുണ്ട്. ഉപയോഗശൂന്യമായ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പലതും അങ്ങനെ കിടക്കുന്ന എല്ലാം കൂടെ നമുക്ക് അതൊരു സെറ്റ് ചെയ്തെടുത്ത് ഒരു ചെക്ക് ഡാം പോലെ തടയണ പോലെ ഈ വരുന്ന സ്ട്രീമുകളിൽ, അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ പ്രളയത്തിൽ ഇനിയും പല ഗ്രൂപ്പുകൾ ഇതുപോലെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എല്ലാവരും ഇങ്ങനെ ഈ ഒന്നിച്ചു വിടാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു ലക്ഷ്യം നേടുക എന്ന ഉദ്ദേശത്തോടുകൂടി ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, കോഴിക്കോട്, വയനാട് മുതൽ കാസർഗോഡ് വരെ ജില്ലകളിലെ വൈൽഡ് ലൈഫിൻ്റെ എല്ലാ വിങ്ങുകളിലും ഇതുപോലെ ഒരു തടയണ നിർമ്മിക്കുന്നതിന് വേണ്ടി അന്നത്തെ നമ്മുടെ കൺസർവേറ്റർ ഒരു പ്രപ്പോസൽ വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഓരോ ഡിവിഷനുകളിലെയും വാച്ചർമാരും സ്റ്റാഫുകളും പിന്നെ അതുകൂടാതെ ഇതുപോലെ പ്രകൃതി സ്നേഹികളായ ഒരുപാട് പേര് ചേർന്ന് ഇങ്ങനെ കുറേ തടയണകൾ നിർമ്മിച്ചു നോക്കി. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടി എന്ന് കഴിഞ്ഞ ഈ 2 വർഷത്തിനുള്ളിൽ മനസ്സിലാക്കാൻ സാധിക്കും. KGF, ബൊലേറോ ഓണേഴ്സ് തുടങ്ങിയ വ്യത്യസ്ത ഗ്രൂപ്പുകൾ അഡ്വഞ്ചർ ടീമുകളായി വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പിന്നെ വാച്ചർമാർ നമ്മളന്നിവിടെ കുറച്ച് ചെയ്തിരുന്നു, അപ്പോൾ അവർക്കും അറിയാം. അപ്പോൾ അവരും നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ വണ്ടി ഇവിടെ പറഞ്ഞാൽ അവർ സൗകര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഉള്ള സമയം കൊണ്ട് നിങ്ങൾ കൂടുതൽ ചെയ്യും, ഈ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും അത് ഒരു എൻജോയ്മെൻ്റ് ആയിട്ട് തന്നെ ഏറ്റെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളു. എല്ലാവർക്കും നമസ്കാരം. ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോയിട്ട് പരമാവധി അവിടെ നമുക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എന്നാണ് ഞാൻ ഏറ്റെടുത്തത്. അപ്പോൾ നമ്മളങ്ങനെ റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മളെ വണ്ടിയൊക്കെ അവിടെ എത്തിപ്പെടില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ അത്തരം ഒരു റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ നിർദ്ദേശം 100% പാലിച്ചുകൊണ്ട് വളരെ അച്ചടക്കത്തോട് കൂടിയിട്ട് നമുക്ക് ഈ പരിപാടി ഇന്ന് ആരംഭിക്കാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ